ദൈവത്തിന്റെ തന്നെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ വലിയ നോമ്പിന്റെ 28ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണല്ലോ. ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വേദഭാഗങ്ങളാണ് ഇന്നത്തെ ധ്യാന വിഷയത്തിന് വേണ്ടി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. നൊന്ത് സ്നേഹിക്കുന്ന തീർത്ഥയാത്രയുടെ 28ാമത്തെ ദിവസം ക്രൈസ്തവ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ 5 കാര്യങ്ങളെ കുറിച്ചാണ് ധനവാനായ മനുഷ്യന്റെ ഭവനത്തിന്റെ പടിവാതിൽക്കൽ കിടന്ന ആ ലാസറിനെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. ഏവർക്കും സുപരിചിതമായ ആ വേദഭാഗം ഞാനിവിടെ വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇതിലെ 5 ചിന്തകളിലേക്ക് വളരെ വേഗം പോകുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ആദ്യത്തെ 5 വാക്കുകൾ ABCDE, ഈ 5 വാക്കുകളിൽ തുടങ്ങുന്ന 5 വാക്കുകൾ 5 അക്ഷരങ്ങളിൽ തുടങ്ങുന്ന 5 വാക്കുകൾ ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അക്കൗണ്ടബിലിറ്റി എന്നുള്ളതാണ്. ഈ വേദഭാഗം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നോമ്പിന്റെ 28ാമത്തെ ദിനം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ട അക്കൗണ്ടബിലിറ്റിയെ കുറിച്ച് വിശദീകരിക്കുന്നു എന്നുള്ളതാണ്. ലീവ് വിത്ത് ഇന്റഗ്രിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളത്. ധനികനായ മനുഷ്യന്റെ അവസ്ഥ പഠിപ്പിക്കേണ്ടതിന് നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നതിനെ അനുസരിച്ച് ഒരു വിലയിരുത്തൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് നമ്മൾ ഓർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. 25-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം അബ്രഹാം പിതാവ് ഓർമ്മിപ്പിക്കുകയാണ്: മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കുക. അപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അതുകൊണ്ട് നോമ്പിന്റെ ദിനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന് പറയുന്നത് beware of our choices and actions എന്നുള്ളതാണ്. നമ്മളുടെ തിരഞ്ഞെടുപ്പുകളും നമ്മുടെ പ്രവർത്തനങ്ങളും വളരെ സൂക്ഷ്മമായി നമ്മൾ പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ തിരഞ്ഞെടുപ്പുകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കും എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് എന്റെ ആധ്യാത്മിക ജീവിതത്തിൽ ഞാൻ അക്കൗണ്ടബിൾ ആകണം എന്നുള്ള ഒരു ആത്മീയ ബോധം നമുക്ക് ഒന്നാമത് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. രണ്ടാമത്തത് എന്ന് പറയുന്നത് ബി എന്ന വാക്കിലൂടെ പരിചയപ്പെടുത്തുന്നത് ഫോക്കസ് ബിൽഡിംഗ് റിലേഷൻഷിപ്പ് റാദർ ദാൻ മെറ്റീരിയൽ വെൽത്ത് എന്നുള്ളതാണ്. ഫോക്കസ് ഓൺ ബിൽഡിംഗ് റിലേഷൻഷിപ്പ് റാദർ ദാൻ ഓൺ മെറ്റീരിയൽ വെൽത്ത് എന്നുള്ളതാണ്. വളരെയേറെ ധനികനായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ അവന്റെ പടിവാതിൽക്കൽ കിടക്കുന്ന ലാസറുമായിട്ട് അവനൊരു ബന്ധവും ഇല്ലാതെ പോയി എന്നുള്ളതാണ്. നമുക്കറിയാം, മനുഷ്യനെ കുറിച്ച് പറയുന്നത്, മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ബീയിങ് ആണ്, സാമൂഹിക ജീവിയാണ് എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് 3 തരത്തിലുള്ള ബന്ധങ്ങളാണ് ഉള്ളത്. ഒന്ന്, അവന് സമൂഹത്തോടുള്ള ബന്ധം; രണ്ടാമത്തത് അവന് ദൈവത്തോടുള്ള ബന്ധം; മൂന്നാമത്തത് അവനോട് തന്നെയുള്ള ബന്ധം. ദൈവത്തോടും മനുഷ്യനോടും സമൂഹത്തോടുമുള്ള ഈ 3 ബന്ധങ്ങൾ ക്രമീകൃതമായി കൊണ്ടുപോകുമ്പോഴാണ് മനുഷ്യന്റെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. നമുക്കറിയാം, പാപം എന്ന വാക്കിന്റെ അർത്ഥം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ടത്, ഈ നോമ്പിന്റെ അനുഭവത്തിൽ നമ്മൾ കുമ്പസാരിക്കുന്ന വ്യക്തിത്വങ്ങളൊക്കെ ആകുന്നല്ലോ. നമ്മളൊന്ന് ശാന്തമായിട്ടൊന്ന് ചിന്തിച്ചേ, എന്റെ ബന്ധങ്ങൾ ഞാൻ ബലപ്പെടുത്തുമ്പോൾ ഈ സാമൂഹിക ബന്ധവും ദൈവികമായ ബന്ധവും എന്നോട് തന്നെയുള്ള ബന്ധം എന്റെ ജീവിതത്തിൽ എത്രമാത്രം ആഴമായിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്റെ പടിവാതിൽക്കൽ പലപ്പോഴും എന്റെ സാമീപ്യത്തിന് വേണ്ടി ഒക്കെ ആഗ്രഹിക്കുന്ന പല ആളുകളും ഉണ്ടായിട്ടും അവരെയൊക്കെ നിഗ്ലക്ട് ചെയ്ത് പോയ ഒരു ജീവിതം ആണോ കഴിഞ്ഞ 27 ദിവസമായിട്ട് എനിക്കുള്ളത് എന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ അതിന്റെ 30 മുതൽ 37 വരെയുള്ള വേദഭാഗത്തിൽ നിന്റെ കൂട്ടുകാരൻ ആര് എന്നുള്ള ഒരു ചോദ്യത്തിന് നല്ല ശമരിയക്കാരന്റെ ഉപമ കർത്താവ് പരിചയപ്പെടുത്തുന്നുണ്ട്. അവിടെ അതിന്റെ 37-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: നീയും അങ്ങനെ തന്നെ പോയി ചെയ്യുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ വേദഭാഗം രണ്ടാമത് ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളുടെ റിലേഷൻഷിപ്പ്, ബിൽഡിംഗ് റിലേഷൻഷിപ്പ് നമുക്കുണ്ടാകണം റാദർ ദാൻ മെറ്റീരിയൽ വെൽത്ത് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ വേദഭാഗം എന്ന് പറയുന്നത് പ്രാക്ടീസ് കമ്പാഷൻ എന്നുള്ളതാണ്. സഹാനുഭൂതി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. ഈ മനുഷ്യനെ സംബന്ധിച്ച് ഈ ധനവാനായ മനുഷ്യൻ ലാസറിനോട് ഒരു തരത്തിലുമുള്ള കരുണ കാണിച്ചില്ല എന്നുള്ളതാണ് ഈ മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ഒരു പരാജയം എന്ന് പറയുന്നത്. There was no conscious effort to help
for those who need around you എന്നുള്ളതാണ്. പലപ്പോഴും ഒരു മാനസികമായ ഒരു തരത്തിലുള്ള ഒരു സഹായം നമ്മുടെ ചുറ്റുപാടിൽ നമ്മുടെ സഹായം ആവശ്യപ്പെടുന്ന, നമ്മുടെ സഹായം താല്പര്യത്തോടെ ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് പകർന്നു നൽകുവാൻ തക്കവണ്ണം കഴിയാത്ത, ഒരു സഹാനുഭൂതി ഇല്ലാത്ത വ്യക്തിത്വങ്ങളായിട്ട് നമ്മൾ മാറുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, അച്ഛാ ഞങ്ങൾക്ക് ഈ ധനവാനെ പോലെ പണമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങ് ചെയ്തേനെ. പ്രിയമുള്ളവരെ, പണമല്ല നമ്മുടെ കമ്പാഷന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഒരു നല്ല വാക്ക് എന്ന് പറയുന്നത് നമ്മുടെ കമ്പാഷന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് തീർക്കാം. നമ്മുടെ ഒരു നല്ല സാന്നിധ്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു കമ്പാഷന്റെ ഭാഗമായിട്ട് തീരാം. അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് കമ്പാഷൻ നൽകാൻ പറ്റുന്ന ഈ ആധുനിക കാലത്ത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവോയ്ഡ് ടു യൂസ് ഓഫ് ദ ഗോസിപ്പ് എന്നുള്ളതാണ്. ഈ ഗോസിപ്പുകൾ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പലരോടും നമുക്ക് കമ്പാഷൻ ഉണ്ടാകുവാനായിട്ട് സാധിക്കും. പലപ്പോഴും നമുക്കറിവില്ലാത്ത, നമുക്ക് നേരിട്ട് പരിചയമില്ലാത്ത പലതിനെയും കുറിച്ച് നമ്മൾ എത്രമാത്രം ഗോസിപ്പുകളാണ് പടച്ചുവിടുന്നത് എന്ന് നമ്മൾ ഓർക്കണം. എത്രമാത്രം ഗോസിപ്പുകളാണ് നമ്മൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കണം. അപ്പം അറിഞ്ഞോ അറിയാതെയോ ഒരു മനുഷ്യനോട് നമുക്ക് തോന്നേണ്ട സ്നേഹത്തിന്റെ വറ്റുകൾ നമ്മുടെ വാക്കുകൾ കൊണ്ടോ നമ്മുടെ നിലപാടുകൾ കൊണ്ടോ നമ്മൾ നശിപ്പിച്ചു കളയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ഈ നോമ്പിന്റെ ദിനത്തിൽ എനിക്ക് വ്യക്തമായ അറിവുള്ള ഒന്ന് മാത്രമേ ഞാൻ അവരനോട് പറയുകയുള്ളൂ. അല്ലാത്തതൊന്നും ഞാൻ അവരനോട് പങ്കുവെക്കുവാൻ ശ്രമിക്കുമ്പോൾ ഞാൻ പലപ്പോഴും അവനോടുള്ള ആ സഹാനുഭൂതിയുടെ ഭാവം നഷ്ടപ്പെടുത്തി കളയുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡു നോട്ട് വെയിറ്റ് ഫോർ ബിഗ് ഓപ്പർച്യൂണിറ്റീസ് ടു മേക്ക് എ ഡിഫറൻസ് എന്നുള്ളതാണ്. ഡു നോട്ട് വെയിറ്റ് ഫോർ എ ബിഗ് ഓപ്പർച്യൂണിറ്റീസ് ടു മേക്ക് എ ഡിഫറൻസ് എന്നുള്ളതാണ്. ധനികനായ മനുഷ്യൻ, അവന്റെ ജീവിതത്തിൽ പല അവസരങ്ങൾ ഉണ്ടായിരുന്നു ഈ ലാസറിനെ സഹായിക്കാനായിട്ട്. പക്ഷേ അവൻ ഇവിടെ 27-ാമത്തെ വാക്യത്തിൽ അവൻ അബ്രഹാം പിതാവിനോട് പറയുന്ന ഒരു വാചകമുണ്ട്, എന്നാൽ പിതാവേ അവനെ എന്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാർ ഉണ്ട്, അവരും ഈ യാതന സ്ഥലത്ത് വരാതിരിക്കാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. അവൻ അവനോട് അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ പലപ്പോഴും ഒരു വലിയ അവസരങ്ങൾ നമുക്ക് ലഭ്യമാകുമ്പോൾ മാത്രം കാര്യങ്ങൾ ചെയ്യാമെന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുക. നമ്മൾ വിചാരിക്കും ഇപ്പൊ പോകട്ടെ, പിന്നീട് ചെയ്യാം, കുറച്ചും കൂടെ സമയമുണ്ടല്ലോ, ഇതിനേക്കാളും വലിയത് വരുമ്പോ ഞാൻ ചെയ്യാം. ഇത് വളരെ ചെറുതായ ഒരു കാര്യമാണ്. ഇതിനേക്കാൾ വലിയ ഒരു സാന്നിധ്യമോ ഒരു അവസരമോ ഒക്കെ ഉണ്ടാകുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും മാറി നിൽക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, എവറി ഡേ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഡു ഗുഡ് എന്നുള്ളതാണ്. ഓരോ ദിവസവും നന്മ ചെയ്യുവാനുള്ള ഓരോ അവസരങ്ങളാക്കി നമ്മൾ മാറ്റണം. ഒരു ചിന്തകൻ ഇപ്രകാരം പറയുന്നില്ലേ, ഓപ്പർച്യൂണിറ്റി നോക്സ് ഓൺലി വൺസ് അറ്റ് യുവർ ഡോർ എന്നുള്ളതാണ്. അതുകൊണ്ട് ലഭിക്കുന്ന അവസരങ്ങൾ, ആ അവസരങ്ങൾ ക്രിയാത്മകമായി വിനിയോഗിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏറ്റവും അവസാനത്തെ 5-ാമത്തെ ഈ സ്റ്റാൻഡ്സ് ഫോർ ലീവ് വിത്ത് ആൻ എറ്റേണൽ പെർസ്പെക്റ്റീവ് എന്നുള്ളതാണ്. ഈ വേദഭാഗം ഒരു മരണാനന്തര ജീവിതത്തെ കുറിച്ചും കൂടെ വിശദീകരിക്കുന്ന, മരണാനന്തര ജീവിതത്തിന്റെ അനുഭവത്തെ കുറിച്ച് വിശദീകരിക്കുന്നതാണ് എന്നുള്ളത് നമുക്ക് അറിയാം. അവിടെ എങ്ങനെയായിരിക്കും ആ ജീവിത അനുഭവത്തെ കുറിച്ചും കൂടെ പഠിപ്പിക്കുന്നതാണ് എന്നറിയാം, അല്ലേ? നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഓർക്കണം, ഈ ഇവിടെ തന്നിരിക്കുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത് ഇത് എറ്റേണൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ ജീവിപ്പാനായിട്ടും പ്രവർത്തിപ്പാനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിത്യതയെ ലക്ഷ്യമാക്കിയുള്ള ഒരു ജീവിതമാകണം ഇവിടുത്തെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതൊരു ട്രയൽ ആണ് എന്ന് നമ്മൾ ഓർക്കണം. ഡിഗ്രിക്ക് മുമ്പുള്ള ഒരു പ്രീ ഡിഗ്രിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നിത്യതയുടെ അനുഭവം ലഭ്യമാകുന്നതിന് വേണ്ടി വിശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം ഇതിന് 35 മുതൽ 40 വരെയുള്ള വേദഭാഗങ്ങളിൽ ക്രിസ്തു ഓർമ്മിപ്പിക്കുന്ന 6 കാര്യങ്ങളുണ്ട്. ആ 6 കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ നിത്യതയുടെ അവകാശികളായി മാറുന്നത് എന്ന് പറയുന്നത്. അത് ഇങ്ങനെയാണല്ലോ പറയുന്നത്, എ സിക്ക് guest was hungry, thirsty and naked in the prison എന്നാണ് പറയുന്നത്. A sick guest was hungry, thirsty and naked in the prison. അവിടെ 6 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞാൻ a sick guest, ഞാൻ രോഗിയായിരുന്നു,
സിക്ക് സ്റ്റാൻഡ്സ് ഫോർ ഞാൻ രോഗിയായിരുന്നു. ഗസ്റ്റ് ഞാൻ അതിഥിയായിരുന്നു. ഇനി ഞാൻ ഹംഗ്രി ഞാൻ വിശന്നിരുന്നു. ഞാൻ ടേസ്റ്റി ഞാൻ ദാഹിച്ചിരുന്നു. ഇനി ഞാൻ നഗ്നനായിരുന്നു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു. അപ്പൊ ഈ 6 കാര്യങ്ങളാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഈ 6 കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നിത്യതയുടെ അനുഭവത്തിലേക്ക് നമുക്ക് വളരുവാനായിട്ട് സാധ്യമാകുന്നത് എന്ന് ഓർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇതിനൊരു ലാസ്റ്റിംഗ് കോൺസിക്വൻസസ് നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവർക്കും വിശുദ്ധ ആരാധനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയില്ലേ, എല്ലാവർക്കും അവരവരുടെ പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം കൊടുക്കുവാനായിട്ട് കർത്താവേ നിന്റെ ബ്രഹ്മജനകമായ വരവിനായിട്ട് ഞങ്ങൾ നോക്കി പാർക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്ന പൗലോസ് ശ്ലീഹായും ഇത് വളരെ വ്യക്തമായിട്ട് കൊരിന്ത്യർ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരുടെയും പ്രവർത്തനങ്ങൾക്ക് തക്കതായ ഒരു പ്രതിഫലം നമുക്കുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടെ എറ്റേണൽ പെർസ്പെക്റ്റീവിന് വേണ്ടി, നിത്യതയുടെ അനുഭവത്തിന് വേണ്ടി നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കട്ടെ. 5 കാര്യങ്ങളാണ് പ്രായോഗിക ജീവിതത്തിൽ ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തത് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് അക്കൗണ്ടബിലിറ്റി. ഞാൻ എന്നെ ഏൽപ്പിച്ച അവസരത്തിന്, എന്നെ ഏൽപ്പിച്ച സമ്പാദ്യങ്ങൾക്ക്, എന്നെ ഏൽപ്പിച്ച താലന്തുകൾക്ക്, എന്നെ ഏൽപ്പിച്ച കഴിവുകൾക്ക് എല്ലാത്തിനും ദൈവസന്നിധിയിൽ ഞാൻ അക്കൗണ്ടബിൾ ആണ് എന്നുള്ള ബോധ്യം ഒന്നാമത് നമുക്കുണ്ടാകണം. രണ്ടാമത് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ബിൽഡിംഗ് റിലേഷൻഷിപ്പ് rather than material wealth എന്നുള്ളത്. സമ്പത്ത് ആർജിക്കുക എന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ബന്ധങ്ങളുടെ പുനഃസ്ഥാപനങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രാക്ടീസ് ഓഫ് കമ്പാഷൻ എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സഹാനുഭൂതിയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഡു നോട്ട് വെയിറ്റ് ഫോർ എ ബിഗ് ഓപ്പർച്യൂണിറ്റീസ് ടു മേക്ക് എ ഡിഫറൻസ്. ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തുന്നതിന് വേണ്ടി വലിയ ഓപ്പർച്യൂണിറ്റികൾ വരട്ടെ എന്ന് നമ്മൾ ചിന്തിച്ച് ഇരിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും അവസാനം പറയുകയാണ്, ലീവ് വിത്ത് ആൻ എറ്റേണൽ പെർസ്പെക്റ്റീവ്. നിത്യതയുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ ആധ്യാത്മിക ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ഈ 28ാമത്തെ ദിവസം ഈ ലഭിച്ച 5 ചിന്തകളിലൂടെ കുറച്ചും കൂടെ മാറി ചിന്തിച്ച്, കുറച്ചും കൂടെ ദൈവോന്മുഖമായി ജീവിപ്പാൻ, ആധ്യാത്മികമായി പുതുക്കത്തിന്റെ അനുഭവത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിപ്പാൻ എനിക്കും നിങ്ങൾക്കെല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.